വിശദമായ വാർത്തയിലേക്ക്. സംസ്ഥാനത്തുടനീളം ഇന്ന് മഴയ്ക്ക് സാധ്യത. മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. 8 ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ യെല്ലോ മുന്നറിയിപ്പ് നൽകി. ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ തെക്കൻ കേരള തീരത്തും ലക്ഷദ്വീപ് തീരത്തും നാളെ മുതൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സാന്ത്വന സാജു ചേരുന്നു. സാന്ത്വന, മഴ കനക്കുന്നു എന്നാണോ കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്? എങ്ങനെയൊക്കെയാണ് മുന്നറിയിപ്പുകൾ? ധന്യ പറഞ്ഞതുപോലെ തന്നെ മഴ സംസ്ഥാനത്ത് കനക്കുന്നു എന്ന് തന്നെയാണ് ഏറ്റവും അവസാനമായി പുറത്തുവരുന്ന മുന്നറിയിപ്പുകൾ പ്രകാരം നമുക്ക് മനസ്സിലാകുന്നത്. രാവിലത്തെ അലേർട്ടുകൾ പ്രകാരം ഇന്ന് ജില്ലയിൽ യെല്ലോ മുന്നറിയിപ്പ് മാത്രമാണ് ഉണ്ടായിരുന്നത്. അതായത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യത മാത്രമാണ് ഉണ്ടായിരുന്നത്. അത് 6 ജില്ലകളിലായിരുന്നു മുന്നറിയിപ്പ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ 2 ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ട് എന്നൊരു മുന്നറിയിപ്പാണ് പുറത്തു വരുന്നത്. മലപ്പുറത്തും അതുപോലെ തന്നെ വയനാട് ജില്ലകളിലുമാണ് ഇന്ന് ഈ വരുന്ന മണിക്കൂറിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ട് എന്നിപ്പോൾ പ്രവചിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഈ 2 ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ 8 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, അതുപോലെ തന്നെ ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇത്തരത്തിൽ സംസ്ഥാനത്ത് ചൊവ്വാഴ്ച വരെ സംസ്ഥാനത്തുടനീളം മഴയ്ക്കുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ് പ്രവചിക്കുന്നത്. പ്രത്യേകിച്ച് തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിൽ സംസ്ഥാനത്തുടനീളം ശക്തമായ മഴയുണ്ടാകും. അതുമായി ബന്ധപ്പെട്ട് 7 ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പും അതുപോലെ തന്നെ 7 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിലാണ് ഓറഞ്ച് മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഈ 2 ദിവസം, അതായത് തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിൽ യെല്ലോ മുന്നറിയിപ്പും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ സംസ്ഥാനത്ത് വളരെ ശക്തമായ മഴയിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് 19-ാം തീയതി വരെ വേനൽ മഴയാണ് പെയ്യുന്നത്. അതിനുശേഷം മാത്രമായിരിക്കും രാജ്യത്തേക്ക് മറ്റ് ശക്തമായ മഴകൾ എത്തുക എന്ന മുന്നറിയിപ്പുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കാലവർഷം അടക്കമുള്ള മഴ ഇപ്പോൾ നിലവിൽ ലഭിക്കുന്നത് ന്യൂനമർദ്ദം അടക്കമുള്ള ഒരു ഇതിന്റെ കാരണങ്ങൾ കൊണ്ട് ലഭിക്കുന്ന മഴയാണ് നിലവിലുള്ളത്. അപ്പോൾ വരും ദിവസങ്ങളിലും മഴ ശക്തമാകുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പ്. നമുക്കറിയാം, ഈ ചൂടുമായൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ എന്ന് മഴ എത്തുമെന്നായിരുന്നു നമ്മൾ ചോദിച്ചിരുന്നത്. പക്ഷേ മഴ എത്തിയപ്പോൾ സംസ്ഥാനത്തുടനീളം ഒരു ശമനമില്ലാതെ ഇങ്ങനെ മഴ പെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇന്നലെ തന്നെ തെക്കൻ ജില്ലകൾ, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 2 മണിക്കൂർ മാത്രമാണ് തിരുവനന്തപുരത്ത് മഴ പെയ്തതെങ്കിലും പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു. അപ്പോൾ ഇത്തരത്തിൽ ശക്തമായ മഴ ലഭിക്കുകയാണെങ്കിൽ 2 മണിക്കൂറത്തെ മഴയിൽ പോലും വെള്ളം കെട്ടുന്നു എന്ന് പറയുമ്പോൾ ശക്തമായ ഒരു മഴ പെയ്യുകയാണെങ്കിൽ എന്താകും അവസ്ഥ എന്ന് തീർച്ചയായിട്ടും ആശങ്ക ഉണ്ടാക്കുന്നതാണ്. അത് മാത്രമല്ല, ഇങ്ങനെ തുടർച്ചയായി മഴ നിൽക്കുമ്പോൾ എല്ലാവരും ജാഗ്രത പാലിക്കണം. പ്രത്യേകിച്ച് ഈ മലയോര മേഖലകളിൽ അടക്കം താമസിക്കുന്ന ആളുകൾ ജാഗ്രത പാലിക്കണമെന്നൊരു മുന്നറിയിപ്പുണ്ട്. ഇടിയും കാറ്റും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നും നിലവിൽ മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ജാഗ്രതയും എല്ലാവരും പുലർത്തണമെന്നും ഇപ്പോൾ മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. ധന്യ. ശരി, സ്വാന്തന.